ഹായ് തങ്ങളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുന്ദരല്ലേ? അപ്പൊ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. അപ്പൊ നമ്മളെ ഇന്നൊരു പുതിയ ഐറ്റംസ് എല്ലാവരും വെക്കും, എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മൾ വെക്കുന്ന രീതി നമ്മൾ കാണിക്കുന്നത് എന്നുവെച്ചാൽ നമ്മള് പാവയ്ക്ക കൈപ്പയ്ക്കാന്നൊക്കെ പറയുന്ന സാധനം. ഇതുകൊണ്ട് നമ്മളൊരു ഇപ്പൊ സാധാരണ ആൾക്കാര് തീയിൽ വെക്കാറുണ്ട്, ഫ്രൈ ചെയ്യാറുണ്ട്, പല ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട്. നമ്മള് ഇന്നൊരു മീൻകറിയുടെ ടേസ്റ്റില് പാവയ്ക്ക കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചങ്കള് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിന്റെ പരിപാടി അതാണ്. അപ്പൊ നമ്മള് ഈ പാവയ്ക്ക കറി വയ്ക്കാൻ വേണ്ടിട്ട് പാവയ്ക്കയും നാളെ നമ്മൾ സാധാരണ മീൻകറിയുടെ കൂട്ടിനല്ലേ, കൂട്ടിനെടുക്കുക. പിന്നെ വേറെ കാര്യം, നമ്മള് സാധാരണ മീൻകറിക്ക് കിട്ടുന്ന പോലെ പുളി വേണ്ട, ചെറിയ പുളി മതി, കുഴപ്പമില്ല, ചെറുത്. ഈ മീൻകറിയുടെ ഒരു ഇത് കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് ഇത് പൊട്ടിക്കാം. ഇത് പൊട്ടിച്ചോ, ഒറ്റ വെട്ടിലും പൊട്ടണോട്ടാ. ഇത് സംഭവം സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന കറിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. മീൻ കറി കൂട്ടാത്ത ആൾക്കാർക്ക് പാവയ്ക്ക കൊണ്ടുള്ള മീൻ കറി. അപ്പോൾ നമ്മൾ കയ്പ്പയ്ക്ക അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാവയ്ക്ക കൊണ്ടുള്ള കറി മീൻ കറി ടേസ്റ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റായില്ലേ. പാവയ്ക്ക അരി വെച്ചിട്ടുണ്ട്, അരമുറി നാളികേരം, 8 സ്പൂൺ മുളക് പൊടി, 8 സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു തക്കാളി, 2 ചെറിയ കഷ്ണം പുളി, പിന്നെ ഒരു 5-10 ചെറുള്ളി, 3 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്ത് അരച്ചെടുക്ക്. അപ്പൊ നമുക്ക് ഇതിന്റെ പരിപാടി തുടങ്ങിയാലോ? ഇഞ്ചി, പച്ചമുളക്, ചെറുള്ളി, ആവശ്യമുള്ള ഉപ്പിട്ട്, പിന്നെ നമുക്ക് ഒരു തക്കാളി, ഒരു തുണ്ട് പുളി, ചെറിയ കഷ്ണം പുളി. നമ്മളിപ്പോ മീൻകറി വെക്കണ പോലത്തെ പുളി വേണ്ടല്ലേ. അരപ്പ് എല്ലാം കൂട്ടി തിരുമ്മി അങ്ങോട്ട് വെക്കും. അത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടി അല്ലേ. അപ്പൊ അവയ്ക്ക് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ചെറുതായിട്ട് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടൊന്ന് വേവിച്ചിട്ട് ഇട്ടാൽ അപ്പൊ പാവയ്ക്കയുടെ കയ്പൊന്ന് കുറയും. പിന്നെ അതിനകത്തിട്ട് വാട്ടിയിട്ട് വിടാം അല്ലേ. നമുക്ക് ശരിക്കും സവാള, പച്ചമുളകൊക്കെ വഴറ്റ, പാവയ്ക്ക് വഴറ്റി ഇതുപോലെ തന്നെ അരപ്പ് മിക്സ് ആക്കിയിട്ട് അങ്ങനെ ചെയ്യാം. പല ടൈപ്പ് ചെയ്യാം. എന്നാ എങ്ങനെ വെച്ചോ, നമുക്ക് ഇങ്ങനെ വെക്കാം. ഇതാണ് പാവയ്ക്ക മീൻകറി. ആവശ്യത്തിനുള്ള വേപ്പല തിളക്കട്ടെ അല്ലേ. പാവയ്ക്ക ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വയ്ക്കും അല്ലേ. ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ടിട്ട് വയ്ക്കും. മതി വെള്ളം. ഇനി പകുതി വേവ് ഒന്ന് തിളയ്ക്കുമ്പോ എടുത്ത് അതിലിക്കടാ. സിമ്പിള് പരിപാടി. എന്നിട്ട് അങ്ങോട്ട് താളിക്കാം. പലരും പല ഭാഗത്ത് വെക്കോട്ടാ. അപ്പൊ നമ്മുടെ ഇതിവിടെ അടുപ്പത്തിരിക്കട്ടെ, ഇതുകൊണ്ടിരിക്കട്ടെ. ഇത് എങ്ങനെ വേണം വെക്കാല്ലേ. എങ്ങനെ വേണം പോലീസൊന്നും പിടിക്കില്ലല്ലോ. നമ്മളിഷ്ടം രുചി ഉണ്ടാവണം എങ്ങനെ വെച്ചാലും. താളിക്കാനായിട്ട് ചെറുള്ളി നന്നാക്കിയെടുക്കട്ടെ കേട്ടാ. ഉള്ളിക്ക് എന്താ വില? 100. ഇത് ലാസ്റ്റ് താളിക്കാണോ? കറി താളിക്കാൻ.
ഇത് ആയിട്ടുണ്ട്. ആ പാവക്ക റെഡി ഞാൻ ബാക്കി അത് തുറന്നു വന്നോളും തുറക്ക്. അപ്പൊ നമുക്കേ പാവക്കിഞ്ഞ് അതിട്ട് തിളപ്പിക്കാം, വേവിക്കാം. പകുതി വേവായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പാവക്കയുടെ കയ്പൊന്ന് കുറയും. അടിപൊളി. അപ്പൊ ഇങ്ങനെ പാവക്കക്കറി വെക്കാം. മീൻകറി രുചിയാവുന്നില്ലേ? അതല്ല പുളി ഇറങ്ങിണ്ട്, തക്കാളി ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ പാവക്ക മീൻകറി. നമ്മുടെ മീൻകറി പൂച്ച കറിയുണ്ടല്ലേ? പൂച്ച ഒന്നല്ലേ? അത് രണ്ടും കൊണ്ടുപോയാൽ മതി. ഇച്ചിരി അച്ചാറും കൊണ്ടുപോ. പാവയ്ക്ക മീൻകറി പാവയ്ക്ക വന്നിട്ടുണ്ട് അവിടെ. എന്താ റെഡി ഉണ്ട്. തിളക്കിട്ടെ മൂടി വെച്ചോ. അടിപൊളി. ഇതാണ് നമ്മുടെ പാവയ്ക്ക മീൻകറി അല്ലേ? പാവയ്ക്ക ഇട്ട് മീൻകറിയുടെ രുചിയിൽ വെച്ച ടേസ്റ്റിൽ വെച്ച കറി. പിന്നെ ഇത് തേങ്ങാപ്പാലിലും വെക്കാട്ടാ. എങ്ങനെയുള്ള വെക്കാം. അപ്പൊ പല ആൾക്കാരും പല രീതിയിൽ ഉണ്ടാക്കും. ഇതുപോലെ ഉണ്ടാക്കാത്ത ആൾക്കാർ ഉണ്ടാക്കി നോക്ക്. എന്തായാലും അടിപൊളി ടേസ്റ്റാ. മീൻകറി കൂട്ടണ പോലെ ഉണ്ട്. നമ്മളിത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഉള്ളിട്ടാണ് താളിക്ക. ഉള്ളിട്ടു. ഞാൻ കുറച്ച് വേപ്പിലിട്ടുണ്ട്. ചടപടാതെ പോകണം. പിന്നെ കുറച്ച് മുളക് പൊടിയും കളറിനും ഭംഗിക്ക് രുചിക്ക് കൂടിയിട്ട് മുളക് പൊടി. കരിയരുത്. കരിയാൻ പാടില്ല. അപ്പൊ നമ്മുടെ കറി റെഡി. നമ്മളുടെ താഴ്ച വയ്ക്കുമ്പോൾ ഷൂന്ന് വെച്ചേക്കല്ലേ. ഇതാണ് നമ്മുടെ പാവയ്ക്ക മീൻകറി. വെക്കാത്ത ആൾക്കാർ വെച്ച് നോക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ചങ്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബായ്.